എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മീൻ കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ മീൻ സാധാരണ കണക്ക് മീൻ മസാലയൊക്കെ പുരട്ടി വറുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആരും അങ്ങനെ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ ഇടുകയാണ്, ഇനിയും കാണാൻ വേണ്ടിയാണ് വീണ്ടും ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ. ആരും മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ. ഉണ്ടാക്കി നോക്കിയാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ മീനൊക്കെ നമ്മൾ നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് സാധാരണ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം മാത്രം, പിന്നെ കുറച്ച് ഒരു 3-4 ഉലുവ, ഇത്രയും പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് ഞാൻ വറുത്തതാണ് കേട്ടോ. അതിൻ്റെ മേളിൽ ഇനി നമ്മളിടാൻ പോകുന്നത് എന്താണെന്നറിയാമോ? മീൻ കറിക്ക് ഇന്നേ വരെ ആരെങ്കിലും തേങ്ങ കൊത്തിട്ടുണ്ടോ? തേങ്ങ കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മളിടാൻ പോകുന്നത് എന്തെന്നറിയാമോ? സവാള. അതിൻ്റെ മേലെ നമ്മൾ സവാള ഇട്ട്, കണ്ടില്ലേ. അപ്പോൾ സവാള ഇട്ട് നമ്മൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ മീനകത്ത് ഞാൻ സവാള ഇട്ട് വെച്ചു. ഇനി നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം. ഇനി ഈ മീനെല്ലാം ഇനി മുകളിൽ വരണം, കണ്ടില്ലേ. മീനെല്ലാം ഇനി മുകളിൽ വരും. ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. നാരങ്ങ നീരാണ് ചേർത്തേക്കുന്നത്. നാരങ്ങ നീര് നമ്മൾ മീനകത്ത് ഉപ്പ് വരട്ടുമ്പോൾ നാരങ്ങ നീരും കൂടെ ചേർത്താണ് ഇത് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ മേളിൽ നമ്മൾ തക്കാളി ഇങ്ങനെ വയ്ക്കണം. ഒന്നും ആദ്യമേ ഇളക്കി മറിക്കണ്ട. ഇത് കുറച്ച് നേരം ആവി കയറിയാൽ മാത്രം മതി. ഇങ്ങനെ ആവി കയറുന്ന ഉടനെ ഈ സവാളയും തക്കാളിയും എല്ലാം കൂടെ നല്ലവണ്ണം അങ്ങ് മിക്സാവും. മിക്സായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അരപ്പ്, മീൻ കറിയുടെ അരപ്പുണ്ട്, ആ മീൻ പുരട്ടി വെച്ചേക്കുന്ന അരപ്പുണ്ട്. ഈ അരപ്പ് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിക്കണം. നമുക്കിനി നമ്മൾ തക്കാളിയും കൂടെ ഈ ബാക്കി സവാള നമ്മൾ അടിയിലോട്ട് ആക്കിയിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് തക്കാളിയാണ് അടിയിലോട്ട് ആക്കേണ്ടത്. ഇനി തക്കാളി അടിയിലോട്ട് ആക്കണം. അപ്പോൾ മീനും സവാള എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും കൂടെ വാടണം. അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മസാല പൊടിച്ചായിരുന്നു, എല്ലാത്തിനും ചേരുന്ന ഒരു മസാല. ആ ഒരു മസാല കണ്ടേ, ആ മസാലയാണിത്. അത് ശകലം ഇതിലോട്ടിടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മണം ഉണ്ടല്ലോ. ഈ മസാല എല്ലാവരും ഒന്ന് പൊടിച്ച് വയ്ക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല കേട്ടോ, എല്ലാവരും പൊടിച്ച് വയ്ക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു പൊടിയാണ് കേട്ടോ. പലരും പല രീതിയിൽ പൊടിച്ച് വയ്ക്കും, അതെല്ലാം ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടേ, നമ്മൾ മീൻ പുരട്ടിയ അരപ്പ് കുറച്ചിരുന്നതാണ് ആ വെള്ളം. ഈ മീൻ അധികം അരപ്പ് കാണത്തില്ല, നമ്മൾ ചിക്കനൊക്കെ വരട്ടിയെടുക്കുമല്ലോ, അതേപോലെ ഇരിക്കും. ഇനി ഇതിനകത്ത് ഇത് എല്ലാം ഒന്ന് മിക്സായി നല്ലോണം നമുക്ക് വറ്റിച്ചെടുക്കാം. അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. നമ്മുടെ മീൻകറി എന്തോന്ന് നോക്കാം. ഒക്കെ അടിപൊളിയായി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ നാരങ്ങ ഒരു മുറി പിഴിഞ്ഞാണ് നമ്മൾ മീൻ പുരട്ടി വെച്ചത്. ഇനി ഒരു ശകലം ഒരു 2 തുള്ളി നീരും കൂടി കാണും കേട്ടോ അതിനകത്ത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒന്നൊഴിച്ചേക്കാം. അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയല്ല, മീൻ പുരട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് ഒരു ശകല വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണ ടേസ്റ്റിന് വേണ്ടി. ഇത്രയേ ഉള്ളൂ. ഇത് അടച്ചു വയ്ക്കാം.
തീ ഓഫാക്കാം. നമ്മുടെ മീൻകറി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മീൻ കറിയല്ല, മീൻ പെരട്ട്. തക്കാളി ഇത് ഇണക്കന്നിരിക്കും കേട്ടോ. മസാലയുടെ ആ മണം ഉണ്ടല്ലോ, അടിപൊളിയായി. കപ്പയൊക്കെ കഴിക്കാൻ അടിപൊളിയായി കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതേപോലൊരു മീൻകറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടില്ലേ, മീൻകറി ഇതേ കണക്കിരിക്കും, അരപ്പൊന്നും കാണത്തില്ല. കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഓക്കെ. ഒരു കാര്യം കൂടി, ഈ കറി എല്ലാവരും ചെയ്ത് നോക്കണം. ഏത് മീൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അടിപൊളി കറിയല്ല, മീൻ പെരട്ട്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മീൻ പെരട്ടാണിത്. അടിപൊളിയാണ്. ഓക്കെ.